ഇന്ത്യൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് വീണ്ടും ഷാലോമിൻ്റെ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ സ്വാഗതം. സാറേ, സാറിൻ്റെ മരിയഭക്തിയും ജപമാല അർപ്പണവും എല്ലാം ഞങ്ങൾക്ക് വളരെയധികം അറിയാവുന്നതാണ്. ഇത്തവണത്തെ വർത്തമാനം മരിയ ചിന്തകളാവാനാണ് ഉള്ളിലൊരാഗ്രഹം. പ്രത്യേകിച്ച് സാറിൻ്റെ മാതാവിൻ്റെ 18 സൂക്തങ്ങൾ സാറ് പലപ്പോഴും ഷെയർ ചെയ്ത് കേട്ടിട്ടുണ്ട്. മാതാവുമായിട്ടുള്ള സാറിൻ്റെ ബന്ധം ആഴപ്പെട്ടത് എങ്ങനെയാണ്, അതെങ്ങനെ തുടർന്നു പോകുന്നു, വളരെ കുഞ്ഞുനാൾ തൊട്ട് മരിയഭക്തിയിൽ വളരാൻ സാറിനെ സഹായിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്, അതൊന്ന് ഷെയർ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. ഈ 2 ഭക്തിയിലാണ് ഞാൻ എൻ്റെ ജീവിതം, വിശ്വാസ ജീവിതവും എൻ്റെ ജീവിതം മുഴുവൻ കരിപ്പിടിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ സർവ്വശക്തിയുടെയും 2 ഉറവിടങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് മാതാവ് വഴിയായിട്ട് ഈശോയിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈശോ സർവശക്തനും അത്ര വലിയവനായതുകൊണ്ട് അപ്പം മാതാവിനെ കൂട്ടുപിടിച്ച് ഈശോയിലേക്ക് നടന്നെടുക്കാൻ എളുപ്പമുണ്ടെന്നുള്ള ഒരു ചെറുപ്പം മുതലേ ഉള്ളൊരു ചിന്തയായിരുന്നു. ഈ ചെറുപ്പം മുതലേ അതിനാരെങ്കിലും സാറിനെ സഹായിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ മറിയം വഴി ഈശോയിലേക്ക്. അപ്പം എൻ്റെ അമ്മേൻ്റെ ആശ്രയം എന്നുള്ള സുഹൃതജപം ആദ്യം ചൊല്ലി പഠിപ്പിച്ചത് എൻ്റെ അമ്മച്ചേനായിരുന്നു. വളരെ കൊച്ചു ചെറുപ്പത്തിൽ മടിയിലിരുത്തി പഠിപ്പിച്ചതെന്ന് തന്നെയായിരുന്നു. അപ്പം മാതാവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ മാതാവിലൂടെ നമുക്ക് എല്ലാം ഈശോയിലേക്ക് അടുത്ത് ഭദ്രമായിട്ട് പോകാൻ കഴിയും, എത്താൻ കഴിയും. വഴി തെറ്റില്ല. അമ്മ കൈ പിടിച്ചുകൊണ്ടിരുന്നോളൂ. എൻ്റെ കൈ പിടിച്ചുകൊണ്ടിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയും അന്ന് പഠിപ്പിച്ച പ്രാർത്ഥനകൾ തന്നെയായിരുന്നു. എൻ്റെ ജീവിത പങ്കാളി മക്കളെ ഉറക്കുന്ന സമയത്ത് ചൊല്ലുന്ന ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ് അമ്മയെ കൈ പിടിച്ചുകൊണ്ടിരുന്നോളെന്ന്. ഈ മക്കൾ ഉറങ്ങുന്ന സമയത്തും ഈ മക്കളുടെ കൈ പിടിച്ചുകൊണ്ടിരുന്നോളെന്ന്. അപ്പം അമ്മ എന്നുള്ളത് അപ്രകാരം നമ്മൾ ഈ ഭൗതിക ലോകത്ത് അനുഭവിക്കുന്ന അതേ വാത്സല്യത്തോടെ, അതേ സ്നേഹത്തോടെ, അതേ നിറവോടെ, അതേ ഒരു എന്താ പറയുക ഉൾപ്പുളകത്തോടു കൂടി ഈ പരിശുദ്ധ അമ്മയോടും അപ്രകാരം ഒരു വ്യക്തിബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് ഈ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. അപ്രകാരം ഒരു തുറവി. അപ്പം ഞാൻ വളർന്നു വന്ന കാലഘട്ടങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയൊരു സംഗതി, ഞാൻ തിരിച്ചറിഞ്ഞത് ഈ അമ്മയെ കൂട്ടുപിടിക്കുന്നതിൻ്റെ വലിയൊരു സന്തോഷം അല്ലെങ്കിൽ വലിയൊരു മുതൽക്കൂട്ടെന്ന് പറയുന്നത്, ഒരമ്മയുടെ മുമ്പിൽ ഒരു മകനോ മകളോ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. അപ്പം അമ്മ എൻ്റെ കൂടെ ഉണ്ട്, അമ്മ എന്നെ കണ്ടുകൊണ്ടിരിപ്പുണ്ട്, അമ്മ എൻ്റെ കൈ പിടിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പം അമ്മ കാണരുതാത്ത, അമ്മ കേൾക്കരുതാത്ത, അമ്മ അറിയരുതാത്ത, അമ്മ അനുഭവിക്കരുതാത്ത ഒന്നും ഞാനും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത, അത് എന്നെ ഒരു ആത്മീയ ജീവിതത്തിൽ വളരെ ഒട്ടേറെ സഹായിച്ചിട്ടുണ്ട്. വീഴ്ചകളോ താഴ്ചകളോ ഉണ്ടായിട്ടില്ല എന്നല്ല എൻ്റെ അർത്ഥം. മാനുഷികമായ സകല ബലഹീനതകളോടും കൂടി എത്രല്ലാം വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടായത് ഒരുപക്ഷെ ഞാൻ ഈ അമ്മയുടെ സാന്നിധ്യം വിസ്മരിച്ചു പോയപ്പോഴോ, ഈ അമ്മയുടെ കൈ വിട്ട് ഞാൻ ഓടിപ്പോയപ്പോഴോ, അമ്മ എൻ്റെ കൈ പിടിച്ചപ്പോഴും പിന്നീടും ഞാൻ കുതറി ഓടിയപ്പോഴൊക്കെയാണ്. അമ്മ കൈ പിടിച്ച അവസരത്തിലോ ഞാൻ അമ്മയുടെ കൈ പിടിച്ച് കൂടെ ഉണ്ടായിരുന്നപ്പോഴോ, അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിരുന്ന ജീവിതത്തിൻ്റെ സമയങ്ങളിലൊന്നും ഒരു തെറ്റും പറ്റിയിട്ടില്ല. എൻ്റെ വീഴ്ചകളോ താഴ്ചകളോ സംഭവിച്ചിട്ടുള്ളതെല്ലാം ഇപ്രകാരം അമ്മയുടെ സാന്നിധ്യമോ അമ്മയുടെ സാമീപ്യമോ ഞാൻ തിരിച്ചറിയാതെ ദൂരെ ഓടിപ്പോയ സമയങ്ങളിലാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്രകാരം എന്നെ വളരാൻ സഹായിച്ചത് തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒത്തേറെ കൊച്ചു ചെറുപ്പം മുതലുള്ള ഞാൻ ഇപ്പോഴും കൊന്ത ചെല്ലുന്നവരും എൻ്റെ അപ്പച്ചനെക്കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ബസ്സിൽ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് കൊന്ത പേഴ്സിലുണ്ടാവും, പേഴ്സിൽ നിന്ന് കൊന്ത എടുത്ത് കൊന്ത ചെല്ലും. അതുപോലെ എന്തെങ്കിലും കുടുംബത്തിൽ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാതാവിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിലൊക്കെ ചൊല്ലുന്ന ഒരു അമ്മച്ചി, മക്കൾ ഒരുമിച്ച് കൂട്ടുന്ന ഒരു സവിശേഷത, അതെല്ലാം കുടുംബത്തിൽ നിന്നിട്ടുള്ളതാണ്. എൻ്റെ സഹോദരിമാർ, മൂത്ത 2 സഹോദരിമാർ സിസ്റ്റർമാരാണ്, കർമ്മലത്ത സഭയിൽ അംഗങ്ങളാണ്.
അവരും ഇപ്രകാരം ഈ മരിയ ഭക്തിയിലേക്ക് മാതാവിനെ കുറിച്ചുള്ള ഭക്തിയിലേക്ക് വളരാനായിട്ട് അവരുടെ മുൻപേ നടന്നുകൊണ്ടുള്ള ആ മാതൃകകളും എനിക്ക് ഒട്ടേറെ സഹായമായിട്ട്. ചേച്ചിമാരുടെ ഇപ്പോൾ കൊന്ത ചൊല്ലുന്നത് എൻ്റെ വീട്ടിൽ പിന്നെ എല്ലാ രഹസ്യങ്ങളുടെയും 3-ാം രഹസ്യം എനിക്കായിരുന്നു. എന്നിപ്പോഴും ഓർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 3-ാം രഹസ്യം ചൊല്ലുന്നതിന് സമയം ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ 3 ആമക്കളിൽ നടുക്കത്തെ ആളാണ് ഞാൻ. ആ അർത്ഥത്തിലാവാം എനിക്കറിയാം. പക്ഷേ ഇരുന്നാൽ പോലും ഞാൻ ആ 3-ാം രഹസ്യം അന്നത്തെ സന്തോഷത്തിൻ്റെ ദുഃഖത്തിൻ്റെ മഹിമയുടെ 3 രഹസ്യങ്ങളിലും വളരെ പ്രത്യേകമായിട്ട് ഈശോയുടെ ജനനം, ഈശോ മുൾമുടി ധരിക്കുന്നതും പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ, ഇതാണ് 3-ാം രഹസ്യത്തിൻ്റെ പ്രത്യേകത. ഈ 3-ാം രഹസ്യങ്ങളെ വളരെ പ്രത്യേകമായിട്ട് ഇപ്പോൾ നമ്മുടെ പ്രകാശത്തിൻ്റെ രഹസ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3-ാം രഹസ്യത്തിൻ്റെ പ്രസക്തിയിലാണ് ഞങ്ങൾ കുടുംബങ്ങളിലേക്കൊക്കെ വേറെ വളരെ മാറിയതിന് ശേഷമാണ്. എന്നിരുന്നാൽ പോലും ആ 3-ാം രഹസ്യവും എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിന്ത, അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദമിച്ച് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് തിരിയുക എന്നുള്ളൊരു ചിന്ത. ആ രഹസ്യം ചെല്ലുമ്പോഴെല്ലാം ഞാൻ എപ്പോഴും വളരെ ആഴത്തിൽ ധ്യാനിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് മാനസാന്തരം 2 വിധത്തിൽ സംഭവിക്കാം. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് തിരിയാതെ നമുക്ക് ആർക്കും ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ സാധ്യമല്ല. പക്ഷേ ദൈവരാജ്യം അനുഭവം ഉണ്ടാകുന്ന 2 വിധത്തിൽ സംഭവിക്കാം. അനുദമിച്ചും മാനസാന്തരപ്പെടാം, അനുദമിക്കാതെയും മാനസാന്തരപ്പെടാം. മാനസാന്തരം എന്നുള്ളത് അവനവൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു തോന്നലാണ്, ഞാൻ മാറി എന്നുള്ളത്. അപ്പം നമ്മൾ അനുദമിക്കാതെ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് തിരിയുക എന്ന് പറയുമ്പോൾ നമുക്കൊരാശ്വാസം കിട്ടും. നമ്മൾ പിന്നെ ഭേദപ്പെട്ടു, നന്നായി എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഉള്ളിൽ നിന്നാണ്, പക്ഷെ അത് നീണ്ടു നിൽക്കില്ല. കാരണം എനിക്ക് തെറ്റിപ്പോയി, ആ തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞു, ആ തെറ്റ് മൂലം വേദനിച്ചവരെയും ഞാൻ തിരിച്ചറിഞ്ഞു, ആ നടപടികൾ ഞാൻ തിരുത്താം. എൻ്റെ ദൈവത്തിന്, എൻ്റെ ഈശോയ്ക്ക്, എൻ്റെ അമ്മയ്ക്കൊക്കെ ഉണ്ടാക്കിയ വേദന ഞാൻ തിരിച്ചറിയുന്നു. ഇനി ആ വേദനകൾ ഉണ്ടാക്കുന്ന ഈ തരം നടപടികൾ എന്നിലുണ്ടാവില്ല എന്നുള്ള വ്യക്തവും ശക്തവുമായ ഒരു തിരിച്ചറിവും, ആ തിരിച്ചറിവ് മൂലം, തിരിച്ചറിവിനെ തുടർന്ന് അപ്രകാരം ഉണ്ടായ വേദന ഉണ്ടായ എൻ്റെ ആ തരത്തിലുള്ള നടപടികൾ മൂലം വേദന അനുഭവിച്ചവരെ കുറിച്ചുള്ള ഒരു സങ്കടവും, ഇനി ഒരിക്കലും അപ്രകാരം എൻ്റെ ഈശോയ്ക്കോ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ സഹോദരങ്ങൾക്കോ ആ തരത്തിലുള്ളൊരു വേദന ഞാൻ ഉണ്ടാക്കില്ല എന്നുള്ളൊരു ഉറച്ചൊരു ബോധ്യത്തോടു കൂടിയൊരു തീരുമാനവും, ആ തീരുമാനത്തെ തുടർന്നുള്ള ഒരു ഏറ്റുപറച്ചിലും, അതാണ് യഥാർത്ഥത്തിൽ അനുദമിച്ച് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത്. അതേ ലാസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാത്തടത്തെല്ലാം നമ്മളിപ്പോൾ നമ്മുടെ ഒരു ധ്യാനത്തിനൊക്കെ കൂടുമ്പോൾ, ഞാൻ ഉൾപ്പെടെ ധ്യാനങ്ങളിലൊക്കെ കൂടുന്ന സമയത്ത് നമുക്ക് നമുക്കൊരു ആത്മീയ നിറവ് അനുഭവിക്കാൻ സാധിക്കും. എന്തൊക്കെയോ നമുക്ക് തിരിച്ചറിഞ്ഞു, തീരുമാനങ്ങളൊക്കെ എടുത്തു എന്നുള്ളത്. പക്ഷേ അതിന് വേരുകളില്ല. ഈശോ പറയുന്നത് വേരുകളില്ലാത്തതുകൊണ്ട് വേഗത്തിലാണ് ഇപ്പോൾ. കാരണം തിരിച്ച് വീണ്ടും ഞാൻ എൻ്റെ ലോകത്തിലേക്ക് ചെല്ലുമ്പോൾ, ആ സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, അതേ സാഹചര്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും അതേ രീതിയിൽ തന്നെ ഞാൻ അങ്ങ് മാറിപ്പോയത്. കാരണം എന്നിൽ അത് വേര് പിടിച്ചിട്ടില്ല. വേര് പിടിക്കാതിരിക്കാൻ കാരണം ഞാൻ അനുദമിച്ച് മാനസാന്തരപ്പെട്ടിട്ടില്ല. ഇതുകൊണ്ടാണ് യോഹന്നാൻ മാന്താന പറഞ്ഞത് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കണം. അപ്പോൾ ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന എപ്പോഴാണ്? ഞാൻ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് വരുമ്പോഴാണ്. അപ്പം എൻ്റെ ഫലങ്ങളിലൂടെയാണ് എൻ്റെ വൃക്ഷത്തെ തിരിച്ചറിയുള്ളൂ. അനുദമിച്ച് മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നും ആ തരത്തിലുള്ള ഫലങ്ങളെ ഉണ്ടാവുള്ളൂ. സ്നേഹത്തിൻ്റെ, ശാന്തിയുടെ, ആനന്ദത്തിൻ്റെ, ദയയുടെ, നന്മയുടെ, കരുണയുടെ, ഐക്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, കൂട്ടായ്മയുടെ, സഹനത്തിൻ്റെ, വിശുദ്ധിയുടെ ആ തരം ഫലങ്ങൾ, ഇതെല്ലാം ഫലങ്ങളാണ്. അപ്പോൾ ഈ ഫലങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിബന്ധങ്ങളിലോ വ്യക്തി വ്യാപാരങ്ങളിലോ, എൻ്റെ പൊതുസ്ഥലത്തോ, ഞാൻ വക്കീലാണെങ്കിൽ വക്കീലായിരിക്കുന്ന ജോലി ചെയ്യുന്ന സമയത്ത്, ജഡ്ജിയാണെങ്കിൽ ജഡ്ജിയായി സേവനം ചെയ്യുന്ന സമയത്ത്, കച്ചവടക്കാരനാണെങ്കിൽ കച്ചവട സ്ഥലത്ത്, രാഷ്ട്രീയക്കാരനാണെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ, അധ്യാപകനാണെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത്, ഡോക്ടർ, എവിടെയാണെങ്കിലും ആ സ്ഥലങ്ങളിൽ ഇപ്രകാരം വിശുദ്ധിയും വെടിപ്പും വെണ്മയുമുള്ള ഒരു ശുശ്രൂഷ, ഹൃദയത്തെ വെടിപ്പാക്കിക്കൊണ്ട് മനസാക്ഷിയെ നിർമ്മലമാക്കിക്കൊണ്ടുള്ളൊരു ശുശ്രൂഷ ഉണ്ടാവുന്നതാണ് യഥാർത്ഥത്തിൽ അനുദപിച്ച് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ആ രഹസ്യം എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. 3-ാമത്തെ രഹസ്യം ചെല്ലുമ്പോഴെല്ലാം ഈ ഒരു ചിന്ത എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. നമ്മുടെ മാനസാന്തരം നീണ്ടു നിൽക്കണം. മനസ്സിൻ്റെ മാറ്റമാണ് മാനസാന്തരം. മനസ്സ് മാറി എന്നുള്ളത് എൻ്റെ മനസ്സിൽ എനിക്ക് ആശ്വസിക്കാനുള്ളതല്ല. എൻ്റെ മനസ്സ് മാറി എന്നുള്ളത്, ഞാൻ രൂപാന്തരപ്പെട്ടു എന്നുള്ളത്, മനസ്സ് മാറി നന്മയിലേക്ക് മാറി എന്നുള്ളത്, തിന്മയെ ഉപേക്ഷിച്ചു എന്നുള്ളത് എൻ്റെ കൂടെപ്പിറപ്പുകാർക്ക്, എൻ്റെ കൂടെ ജീവിക്കുന്ന ജീവിത പങ്കാളിക്ക്, എൻ്റെ മക്കൾക്ക്,
എൻ്റെ ശുശ്രൂഷ സ്വീകരിക്കുന്നവർക്ക്, എൻ്റെ അയൽപക്കക്കാർക്ക്, എന്നോട് കൂടെ നടക്കുന്നവർക്ക്, എന്നെ കേൾക്കുന്നവർക്ക്, എന്നെ കാണുന്നവർക്ക്, എൻ്റെ ഏതെങ്കിലും തരത്തിലുമായിട്ട് എന്നെ കണ്ടുമുട്ടുന്നവർക്ക്, ഞാനുമായി ബന്ധപ്പെടുന്നവർക്ക്, അവർക്കെല്ലാം ഇപ്രകാരം ഒരു മാറ്റം എന്നിലുണ്ടായി എന്ന് അവർക്ക് മനസ്സിലാവണം. അപ്പോൾ എന്നിലുള്ള ആ നന്മ അവരിലേക്ക് ചെന്നെത്തുന്ന ആ സമയത്ത് മാത്രമേ എന്നിൽ മാനസാന്തരം ഉണ്ടായൂ എന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ. അവിടെയാണ് എന്നിലൂടെ ഒരു സുവിശേഷവൽക്കരണം നടക്കുന്നത്. അല്ലാതെയുള്ള മാനസാന്തരം എനിക്കുള്ള ആശ്വാസത്തിന് മാത്രമാണ്. അതൊരു മിഷണറിയുടെ പ്രവർത്തനമല്ല. ഈശോ നമ്മെ അയച്ചിരിക്കുന്നത് ഈശോയെ നീ സ്വീകരിച്ച്, നീ ഈശോയുടെ സ്വന്തമാണെന്ന് വിശ്വസിച്ച് ആശ്വസിച്ച് നീ തൃപ്തി അടയാൻ വേണ്ടിയിട്ടല്ല. നിനക്ക് കിട്ടിയ വിശ്വാസവും ആശ്വാസവും തൃപ്തിയും മറ്റുള്ളവരിലേക്ക് പകർന്ന് അവർക്കും ഈ തൃപ്തിയും ആശ്വാസവും കണ്ടെത്താൻ കഴിയുമാറ് ഈശോയിലേക്ക് തിരിയാൻ കഴിയുന്ന തരത്തിൽ നീ അവിടെ വ്യാപരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നീ അവിടെ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കാരണം ഒരു റോസാപ്പൂവിൻ്റെ മണം ആസ്വദിക്കാൻ പറഞ്ഞ ഒരു റോസാപ്പൂവും നിറം ആസ്വദിക്കാൻ ഒരു റോസാപ്പൂവും ആരെയും വിളിച്ചു വരുന്നില്ല. അതിൻ്റെ ആ സ്വതസിദ്ധമായ ജന്മസുഹൃതം കൊണ്ട് തന്നെ നിറവും മണവും കൊണ്ട് ആസ്വദിക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പം ഒരു ക്രിസ്ത്യാനിയായ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ചില ഫലങ്ങളുണ്ട്. ആ സ്വാഭാവികമായ ഫലങ്ങളാണ് സഹനത്തിൻ്റെ, ക്ഷമയുടെ, മറക്കലിൻ്റെ, പൊറുക്കലിൻ്റെ, വിശുദ്ധിയുടെ, പിന്നെ സുഹൃത ജീവിതത്തിൻ്റെ, തട്ടിപ്പില്ലാത്ത, വെട്ടിപ്പില്ലാത്ത, അഴിമതിയില്ലാത്ത, വഞ്ചനയില്ലാത്ത, ആസക്തികളില്ലാത്ത, നേർക്കാഴ്ചയുള്ളൊരു ജീവിതം, വെടിപ്പും വെണ്മയുമുള്ള സുതാര്യമായൊരു ജീവിതം. ആ സുതാര്യമായ ജീവിതമാണ് ഞാൻ നടത്തുന്ന എൻ്റെ കുടുംബത്തിലെ സുവിശേഷവൽക്കരണം, എൻ്റെ ഇടവേള സുവിശേഷവൽക്കരണം, എൻ്റെ ജോലി സ്ഥലത്തെ സുവിശേഷവൽക്കരണം. ഇത് ഞാൻ നടത്താതെ ഞാൻ കൊന്ത ഇട്ടുകൊണ്ടും എൻ്റെ പേരിട്ടതുകൊണ്ടും എൻ്റെ പുറത്ത് ഞാൻ പിന്നെ ഈശോ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി വെച്ചതുകൊണ്ടും അതുകൊണ്ട് മാത്രം പൂർണ്ണമാവില്ല. ഈ സ്നേഹിക്കുന്നു എന്നുള്ളത് എൻ്റെ ഉള്ളവർക്ക് മനസ്സിലാവാനും ബോധ്യമാവാനും അനുഭവിക്കാനും തക്കമാറ് എൻ്റെ കയ്യിലിരിപ്പും മനസ്സിലിരിപ്പും മാറുമ്പോൾ മാത്രമേ അതിന് സഹായമാവുകയുള്ളൂ. ഇതാണ് മൂന്നാമത്തെ രഹസ്യത്തിൻ്റെ. ഈ ജപമാലയെ കുറിച്ച് പറയുന്ന കൂട്ടത്തേക്കിട്ട് തന്നെ പറയട്ടെ. ജപത്തിൻ്റെ മാലയാണ് ജപമാല. അപ്പം ജപത്തിൻ്റെ ജപമാല. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ജപമാല ചെല്ലുമ്പോൾ ആ കുടുംബത്തെ ഒന്നാകെ കൂട്ടി കോർത്ത് ഇണക്കി ഒരു ബന്ധത്തിലാക്കി തീർക്കുന്ന ഒരു അനുഭവം. ജപമാല പോലെ തന്നെ ആദ്യം അന്തമില്ല, അത് ഒരുമിച്ച് ചേർന്ന് ഒന്നായി ഒരേ ഒരു സമൂഹത്തിൽ ചെല്ലുമ്പോൾ ആ സമൂഹത്തെ ഒന്നാക്കുക. കാരണം ഈശോ എപ്പോഴും നമ്മുടെ കൂട്ടായ്മയെ സന്തോഷിക്കുന്ന ആളാണ്. മാതാവിന് എപ്പോഴും ഇഷ്ടം മക്കൾ ഒരുമിച്ച് കൂടുമ്പോഴാണ്. അപ്പോൾ ആ ഒരുമിച്ച് കൂടുന്നകളെ എല്ലാവരെയും ഒരു ചരടിൽ കോർത്തെടുക്കാൻ സാധിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നത് ഒരു അമ്മയ്ക്ക് കിട്ടുന്ന സന്തോഷം വേറൊന്നുമില്ല. നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ പോലും നമ്മളൊരു ഓരോരോ സന്തോഷാവസരങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ മക്കളെല്ലാവരും വരുമ്പോഴല്ലേ ഒരു അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാകും. ആരെങ്കിലും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത്രയും എന്തോ ഒരു കുറവാണ്, എന്തോ ഒരു വിഷമമാണ്, എന്തോ ഒരു വേദനയാണ്. ഇത് അതുപോലെ തന്നെയാണ് നമ്മുടെ അമ്മയുടെ കാര്യം. നമ്മുടെ അമ്മയുടെ കാര്യത്തിലും എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ അമ്മയുടെ മക്കളെല്ലാവരും ഒരുമിച്ച് കൂടി അത് ഒരേ ചരടിൽ ഈ മക്കളെല്ലാവരും കോർത്തിണക്കി കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കൃപയുടെ സന്തോഷത്തിൻ്റെയാണ്. അതുപോലെ ജപമാല എപ്പോഴും ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് എത്രയോ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ജപമാല സാധിക്കുന്ന സമയങ്ങളിലെല്ലാം ജപമാലയാലും പരിശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് യാത്രകളിൽ സമയം കിട്ടുമ്പോഴല്ല. ഞാൻ യാത്രകളിൽ അധികം വായിക്കാൻ സമയം ഉപയോഗിക്കുന്ന ആളല്ല. യാത്രകളിൽ അധികവും ഞാൻ പറ്റുന്നിടത്തോളം ജപമാലയല്ലാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. കാരണം അതുവഴിയായിട്ട് എനിക്ക് കിട്ടുന്ന ആ ഒരു ആത്മീയ അനുഭവം ഒരു വലിയ നിറവാണ്. ജ്ഞാനം കൊണ്ട് നിറയാനായിട്ട് എനിക്ക് ഒട്ടേറെ സഹായമായിട്ട് ജപമാല. അതുപോലെ ജപമാല ചൊല്ലുന്ന വഴിയായിട്ട് ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിച്ചിട്ടുള്ളൂ. കാരണം ദൈവത്തിൻ്റെ സ്തുതിക്കലാണല്ലോ ജപമാല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവത്തെ സ്തുതിക്കുന്നത് വഴിയായിട്ട് ദൈവം നമ്മോട് എപ്പോഴും കൂടി നിൽക്കാനും ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന് മനസ്സിലാവാനും ഒക്കെ കാണിക്കും. ദൈവം ശ്രദ്ധാലു തന്നെയാണ്, പക്ഷേ ആ ശ്രദ്ധാലുവാണോ എന്നുള്ള ആ വാഗ്ദാനം ഞാൻ ഏറ്റുവാങ്ങണം. നീ ഒന്നുകൊണ്ട് നിൻ്റെ ജീവിതം കർത്താവിനെ പരമേൽപ്പിക്കുക, കർത്താവ് നോക്കിക്കോളും, അവിടുന്ന് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഇത് നമുക്ക് സങ്കീർത്തനത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ ശ്രദ്ധാലുവാണ് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ ആ ശ്രദ്ധാലുവാണെന്നുള്ള വാഗ്ദാനം ഞാൻ സ്വീകരിക്കണം. അപ്പോഴാണ് എനിക്ക് ആ ശ്രദ്ധാലുവായ യേശുവിലേക്ക് നോക്കാനും ആ ശ്രദ്ധാലുവായ യേശുവിൻ്റെ കൂടെ നടക്കാനും ആ ശ്രദ്ധാലുവായി എന്നെ കൊണ്ടു നടക്കുന്ന ഈശോയുടെ സംരക്ഷണം അനുഭവിച്ച് ജീവിക്കാനും സാധിക്കുകയുള്ളൂ. അത് ജപമാലയുടെ സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ജപമാല രഹസ്യങ്ങളെന്ന് പറയുന്നത്? പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ രഹസ്യങ്ങൾ ചെല്ലുന്നത് നമ്മൾ കർത്താവിൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ തന്നെയാണത്, യാതൊരു സംശയമില്ല. പതിനാറ്
പക്ഷെ എനിക്കതിനകത്ത് കൂട്ടിച്ചേർത്ത് ഒരു അനുഭവപ്പെട്ടിട്ടുള്ളത്, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള പല രഹസ്യങ്ങളും ഈ കർത്താവിൻ്റെ ഈ രക്ഷാകര രഹസ്യങ്ങളോട് ചേർത്ത് വെച്ച് ധ്യാനിക്കുമ്പോഴോ വായിക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ പലതും എനിക്കും വെളിവായിട്ടുണ്ട്, മനസ്സിലാക്കി കിട്ടുന്നുണ്ട്. അതൊന്നും എൻ്റെ എന്താ പറയുക, എൻ്റെ പലവിചാരങ്ങളല്ല. അത് ധ്യാനിക്കുമ്പോൾ ദൈവം എനിക്ക് വെളിവാക്കി തരുന്നതാണ്. ദൈവം വെളിവാക്കി തരുന്ന വിഷയങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളുമാണ്. നമ്മൾ വരുത്തുന്ന പലവിചാരങ്ങൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ. കാരണം ദൈവവുമായിട്ട് ഇപ്രകാരം നമുക്ക് ഒന്ന് സംവദിക്കാൻ, നേർക്ക് നേരെ കാണാൻ, സംഭാഷണത്തിൽ ഏർപ്പെടാനായിട്ട് ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അത് സാത്താനാണ്. ആ സാത്താനാണ് ദൈവവുമായിട്ടുള്ള സംഭാഷണത്തെ ഇൻ്ററപ്റ്റ് ചെയ്യുന്ന, തടസ്സപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തതുകൊണ്ടും പല വിചാരങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ ശ്രദ്ധ മാറ്റുന്ന ഒരു രീതി വരുത്തുന്നത്. ആ ശ്രദ്ധ മാറ്റുന്ന വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ പ്രാർത്ഥിക്കേണ്ടതും ഞാൻ മാറ്റേണ്ടതുമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. കാരണം എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എന്തോ അത് തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളാണ്. ആ മേഖല ഞാൻ ശ്രദ്ധിക്കണമെന്നും, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കേണ്ട മേഖലകളും ഞാൻ തിരുത്തേണ്ട വഴികളും ഞാൻ നടക്കേണ്ട വഴികളുമാണ് ഒരുപക്ഷെ എന്നെ ആ തരത്തിലുള്ള പല വിചാരങ്ങളുടെ വിഷയമായിട്ട് വരുന്നത്. അപ്പോൾ പ്രാർത്ഥനാപൂർവ്വം അവയെക്കുറിച്ച് ചിന്തിക്കണം. വരുത്തുന്ന പല വിചാരങ്ങളാണ് പല വിചാരം അവയുള്ളൂ. വരുത്തുന്ന വിചാരങ്ങൾ പല വിചാരങ്ങളാണ്. വരുന്ന വിചാരങ്ങൾ തീർച്ചയായിട്ടും ദൈവം നമുക്ക് ധ്യാനിക്കാനും ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും തിരിച്ചറിയാനും തരുന്ന ചിന്തകളാണ്. സാർ പറഞ്ഞായിരുന്നു ലാസ്റ്റ് ചെയ്യുന്ന മാനസാന്തരം അല്ലെങ്കിൽ ഫലങ്ങളുള്ളത് അതാണ് സുവിശേഷവൽക്കരണം എന്ന് പറഞ്ഞായിരുന്നു. അതിനൊത്തിരി മാതാവ് സാറിനെ സഹായിച്ചിട്ടുണ്ടെന്നാണ് സാർ പറഞ്ഞു വരുന്നത്. മാതാവിലുള്ള വിശ്വാസവും മാതാവിലുള്ള വളർച്ചയും സഭയുടെ ആരംഭകാലം മുതൽ തന്നെ സംശയിക്കപ്പെട്ടുള്ളതാണ് പലർക്കെങ്കിലും. ഇപ്പോഴും ചിലർക്കെങ്കിലും മാതാവിനോടുള്ള ഭക്തിയും വിശ്വാസവും സംശയിക്കുന്നവരുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും സാറിന് തോന്നിയിട്ടുണ്ടോ ഒരു മാതാവിലുള്ള വിശ്വാസം സംശയിക്കപ്പെടേണ്ട ഏതെങ്കിലും നിമിഷങ്ങളുണ്ടായിട്ടുണ്ടോ? എനിക്ക് മാതാവിനുള്ള വിശ്വാസം സംശയിക്കേണ്ട സമയം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു. ഈ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് എന്തെങ്കിലും മാതാവിൻ്റെ സ്തുതികൾ ആലപിക്കണം, അല്ലെങ്കിൽ പാടണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം, ഞാൻ മലയാളം. അതിന് ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്ത കാലത്താണ് എനിക്കത് കിട്ടിയത്. കാരണം മാതാവിനോടുള്ള പ്രാർത്ഥന ദൈവസ്തുതിയാണ്, ദൈവത്തെ സ്തുതിക്കലാണ്. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു എന്നായി പറയുന്നതിൻ്റെ അർത്ഥം. അല്ലാതെ അമ്മ നീ അനുഗ്രഹിക്കപ്പെട്ടവളാന്ന് പറഞ്ഞ് നിർത്തുകയല്ല ചെയ്യുന്നത്. അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളായത് അമ്മയിൽ കൃപ നിറഞ്ഞതുകൊണ്ടാണ്. ഈ കൃപ എന്നുള്ളത് കൃപയുടെ അമ്മയാണ്. അപ്പോൾ കൃപ എന്നിൽ നിറയാനായിട്ട് കൃപയുടെ അമ്മയായ ആ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് കൃപയുടെ ഉറവിടമായ ഈശോയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അമ്മയോടൊപ്പം ഈശോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് വലിയൊരു കൃപയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധ അമ്മയോടുള്ള ഒരു ചില ഭക്തകൃത്യങ്ങളിൽ ചെറിയൊരു സംശയം ഉണ്ടായത്. അത് അടുത്ത കാലത്ത് വളരെ വളരെ തുറവിയോടെ വളരെ ബോധ്യത്തോടെ എനിക്കത് വെളിവാക്കി കിട്ടുകയും ചെയ്തു. ശരിക്കും അത് എനിക്കും ഞാനും ചില സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇപ്പം അത് ഭയങ്കര ഒരു തുറവിയായിരുന്നു. അത് സത്യത്തിൽ ജപമാല ചെല്ലുന്നത് ഈശോയെ മഹത്വപ്പെടുത്തുന്നതാണെന്നുള്ള ഒരു കാര്യം. സാർ പറഞ്ഞായിരുന്നു സാറിൻ്റെ യാത്രകളിൽ സാർ വായിക്കാൻ ശ്രമിക്കാറില്ല, കൂടുതൽ ജപമാല ചെല്ലുകയാണ്. എൻ്റെ ഒരു കുഞ്ഞറിവ് വെച്ച് സാറ് കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ അർത്ഥം ഒത്തിരി ജപമാലകൾ സാറ് ചെല്ലുന്നുണ്ട്. പലരും പറയാറുണ്ട് ജപമാല ചെല്ലുമ്പോൾ ഉറങ്ങിപ്പോകുന്നു, ജപമാല ചെല്ലാൻ മടുപ്പ് തോന്നാറുണ്ട്, ജപമാല കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. സാറിനപ്പോൾ മടുപ്പൊന്നുമില്ലാതെ ജപമാല ചൊല്ലാനായിട്ട് ഇതെങ്ങനെ കഴിയുന്നു? ബോണി, ഈ പ്രാർത്ഥന നമുക്കൊരു മടുപ്പാവുന്നത് എപ്പോഴാണ്? നമുക്ക് സ്നേഹം കുറയുമ്പോഴാണോ? ഒന്ന് സ്നേഹം കുറയുമ്പോൾ, രണ്ടാമത്തെ ഇത് എന്തോ ഒരു ഉത്തരവാദിത്തമായിട്ട് ചെയ്ത് തീർക്കണം. ഇത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്കൊരു മടുപ്പ് വരുന്നത്, ഉറക്കം വരുന്നതൊക്കെ. നേരെ മറിച്ച് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിൽ ഞാൻ ഏർപ്പെടാന്നിരിക്കട്ടെ. നമ്മൾ കുഞ്ഞുങ്ങളെ ഉറക്കം, വളരെ കൊച്ചു ഉദാഹരണം പറഞ്ഞാലേ, കുഞ്ഞുങ്ങളെ ഉറക്കാൻ കൊണ്ടുപോകണം. അവർക്ക് ഉറങ്ങാൻ താല്പര്യം കുറവായിരിക്കും. നേരെ മറിച്ച് അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉറങ്ങാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല, ഒരു ഇഷ്ടം ഉണ്ടാവില്ല അതിനകത്ത്. നേരെ മറിച്ച് മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഉറക്കമായി, ക്ഷീണമായി, പ്രശ്നമായി, തളർച്ചയായി, എല്ലാം ആയി. ഞങ്ങളുടെ വീട്ടിൽ കാണുന്നതാണ് ഞങ്ങളുടെ കൊച്ചുമക്കളുടെ കാര്യത്തിൽ. കാരണം അവർക്ക് ആ പ്രാർത്ഥനയോടുള്ള ഒരു ആഭിമുഖ്യം വളർന്നു വരുന്നേ ഉള്ളൂ. ഇത് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതി. ഞാൻ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയോ ആരുടെയും പ്രീതി കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തോ ചെയ്തു എന്നുള്ളൊരു ചിന്ത കിട്ടാൻ വേണ്ടിയോ ഞാൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഉറങ്ങിപ്പോവും, ഞാൻ തളർന്നു പോവും. പിന്നെ എനിക്ക് പലചാരം വരും, എനിക്കൊരു വിരസത വരും, എനിക്കൊരു മടുപ്പ് വരും. നേരെ മറിച്ച് ഞാനിപ്പം എനിക്ക് ബോണിയുടെ അടുത്തിരിക്കുന്നത് ഇഷ്ടമാണ്, ബോണിയോട് സംസാരിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിരസത അനുഭവപ്പെടും. കാരണം ബോണി എൻ്റെ സുഹൃത്താണ്,
എനിക്ക് ബോണിയെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ പഴയ സുഹൃത്തുക്കളാണ്. അപ്പോൾ കാണാനും പറയാനും എന്തോരം വർത്താനം പറഞ്ഞാലും തീരാത്തവണ്ണം എത്രയോ കാലങ്ങൾ കഴിഞ്ഞ് കണ്ടുപിട്ടണമെന്നാണ് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. സമയം പോകുന്ന അറിയില്ല, പിരിയാൻ തോന്നില്ല. പിരിയുമ്പോൾ നമ്മൾ പറയും നമുക്കൊന്ന് മിണ്ടി തീർന്നില്ല, അവസാനിച്ചില്ല എന്നേ പറയുള്ളൂ. അതെന്തുകൊണ്ടാണ്? ഉള്ളിൽ ഇഷ്ടമുള്ളതുകൊണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഉള്ളിലുള്ള സ്നേഹത്തോടെ ഇഷ്ടത്തോടെ വിളിച്ച് കൂടെ ഇരുത്തി അമ്മയുടെ കൈ പിടിച്ചു, അമ്മയെ കൈ പിടിച്ചോളണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ കൈ പിടിച്ച് ജപമാല ചെല്ലുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ, ഇത് എനിക്ക് എപ്പോഴും അങ്ങനെ സാധിച്ചെന്നല്ല എൻ്റെ അർത്ഥം കേട്ടോ. എനിക്കും വീഴ്ചകളുണ്ടായിട്ടുണ്ട്, പല വിചാരങ്ങളും വന്നിട്ടുണ്ടാവാം, മയങ്ങിപ്പോയിട്ടുണ്ടാവാം. പക്ഷെ അത് ഉണ്ടായ അവസരങ്ങൾ ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ തിരിച്ചറിയുന്നു. കാരണം ആ സ്നേഹവും സന്തോഷവും അനുഭവിക്കാൻ തക്കവണ്ണമുള്ള ഒരു അടുപ്പം വരുത്തിയിട്ടല്ല ജപമാല ആരംഭിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിനോട് ആദ്യം പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് ജപമാല ആരംഭിക്കും. എന്താ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത് ഉണർവിൻ്റെ വരം തരാൻ വേണ്ടിയിട്ടാണ്. വാടിപ്പോയത് പിന്നെ ഉണർത്താൻ വേണ്ടിയിട്ട്, അല്ലേ? ആറിപ്പോയത് ചൂടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിൽ ആറിപ്പോയ ആ ഭക്തി അത് ചൂടാക്കി തരണം, എന്നിൽ വാടിപ്പോയ ആ ദൈവസ്നേഹം അതൊന്ന് ഉണർത്തി തരണം. എന്നിട്ട് ഈ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് അമ്മയോട് ചേർന്നുകൊണ്ട് ഈ ജപമാല ദൈവത്തിൻ്റെ മാതാവിൻ്റെ സ്തുതിക്കും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അർപ്പിക്കാനായിട്ട് എന്നെ അനുഗ്രഹിക്കണം. അതിൻ്റെ നിയോഗങ്ങളും കൂട്ടിച്ചേർത്ത് വയ്ക്കണം. നമുക്ക് ഓരോരുത്തരുടെ നിയോഗങ്ങൾ തിരുനാമത്തിനും മഹത്വത്തിനും മാതാവിൻ്റെ സ്തുതിക്കായിട്ട് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് ഉപകാരസ്മരണയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾക്കെല്ലാം കുറവുകൾക്കെല്ലാം പരിഹാരമായിട്ടും ഇനി ഞങ്ങളുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, ആ നിയോഗങ്ങൾ ഏറ്റുപറഞ്ഞ് ചൊല്ലുന്നത് വലിയൊരു പ്രാർത്ഥനയാണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ സമൂഹത്തിലായിരിക്കുമ്പോൾ ആ സമൂഹത്തിലുള്ളവരുടെ ആവശ്യങ്ങൾ ഏറ്റുപറഞ്ഞ് അത് ഈ ജപമാലയിൽ കോർത്ത് വെച്ചിട്ട് നമ്മളങ്ങ് സമർപ്പിക്കുക. മാതാവിൻ്റെ വിമലഹൃദയമാകുന്ന താലത്തിൽ വെച്ച് ഈശോയ്ക്ക് അങ്ങ് സമർപ്പിക്കുക ചെയ്യാൻ പറ്റുന്ന നിയോഗങ്ങൾ ഈ ജപമാലയോട് ചേർത്തുണ്ട്. അപ്പോൾ ഒരു ജപമാലയോട് ചേർത്ത് വെച്ച് നമ്മൾ സമർപ്പിക്കുന്ന ആ പ്രാർത്ഥന നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ കൂടുതൽ സ്വീകാര്യമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് മാത്രമേ ഉള്ളൂ. ഈ ഉറക്കവും ക്ഷീണവും മടുപ്പും വിരസതയും ഒക്കെ വരുന്നത് നമ്മൾ ഈ പ്രാർത്ഥന ആസ്വദിക്കാത്തതുകൊണ്ടാണ്. നമുക്ക് ആസ്വദിക്കുന്ന ഒരു ഭക്ഷണം കഴിച്ചാൽ എന്തെങ്കിലും ഒരു മടുപ്പ് വരും, വിരസത വരും, ഒട്ടുണ്ടാവില്ല. അതുപോലെ പ്രാർത്ഥന എന്നുള്ളത് വളരെ ലളിതമാണ്, പക്ഷേ അതിൻ്റെ ആസ്വാദനം ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ആസ്വാദനം ഉണ്ടാവാൻ പാകത്തിനുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കണം. ആ ബന്ധം സ്ഥാപിച്ചിട്ടേ പ്രാർത്ഥന ആരംഭിക്കാവുള്ളൂ. ഇപ്പം നമ്മൾ ഫോൺ വിളിക്കുന്നില്ലേ ബെന്നി? ഫോൺ വിളിക്കുമ്പോഴേ നമ്മൾ ഈ സിഗ്നൽ കുറവുള്ള സ്ഥലത്ത് നിന്നാണെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സിഗ്നൽ ഉള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കണം. അതുപോലെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി വീക്കാണെന്നുണ്ടെങ്കിൽ കിട്ടുമല്ല. അപ്പോൾ ആദ്യമേ നമ്മൾ ചാർജ് ചെയ്യണം, സിഗ്നലുള്ള പ്രദേശത്തേക്ക് വരണം. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പ്രത്യേകിച്ച് അനുഭവം. കാരണം അവിടെ സിഗ്നൽ ഉണ്ട്. അതാണ് സ്ഥലത്തിന് തീർച്ചയായിട്ടും അർത്ഥമുണ്ട്. ഈശോ ഒരു സൗഖ്യം കൊടുക്കുന്ന സമയത്ത് അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നുണ്ട്. ഇവിടെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഈശോ പറഞ്ഞാൽ മതി, സുഖമാവട്ടെ എന്ന് പറഞ്ഞാൽ മതി. ചില സ്ഥലങ്ങളിൽ ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ, കാരണം അവിടെ നല്ല സിഗ്നലുള്ള സ്ഥലമാണ്, നെറ്റ്വർക്ക് നല്ല, നമ്മളവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, പല സ്ഥലങ്ങളെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ പുറത്താണെന്നുണ്ടെങ്കിൽ അസീസി പുണ്യാൻ പണിത പള്ളിയിൽ ചെന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന തീക്ഷ്ണത അനുഭവിച്ചൊരു സ്ഥലമായിരുന്നു. ഒരു വലിയൊരു ഒരു കണക്ഷനാണ്, ഭയങ്കര നെറ്റ്വർക്കാണ്, ഫുൾ നെറ്റ്വർക്ക് കംപ്ലീറ്റ്, എല്ലാ കട്ടയും കറുത്താണെന്ന് പറയുന്ന പോലെ തന്നെ നല്ല നെറ്റ്വർക്കാണ്. അതുപോലെ ഇവിടെ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ, എനിക്ക് കഞ്ചിക്കോടുള്ള മരിയൻ ശുശ്രൂഷയുടെ ആ ഭവനത്തിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അങ്ങനെയെല്ലാം എത്രയോ സ്ഥലങ്ങളിൽ കൂടെ ചില സ്ഥലങ്ങൾക്ക് പ്രാധാന്യം തീർച്ചയായിട്ടും ഉണ്ട് അതിനകത്ത്. അതുപോലെ നമ്മളും നല്ല പവറിലിരിക്കണം. നമ്മുടെ ബാറ്ററി വീക്കാണെങ്കിൽ നമുക്ക് സംസാരം കിട്ടില്ല. അപ്പോൾ നമ്മളെ തന്നെ ആദ്യമേ ഒന്ന് ശക്തമാണ്. ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് കഥ അടച്ച് മുറിയിൽ കയറി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ വിചാരങ്ങളൊക്കെ മാറ്റിവെച്ച്, പല വിചാരങ്ങളൊക്കെ മാറ്റിവെച്ച്, കാരണം നമ്മൾ സംസാരിക്കും, നമ്മൾ നല്ല സുഹൃത്തുക്കളാണെന്നിരിക്കട്ടെ, നമ്മൾ ഒരു ദമ്പതികളുടെ കാര്യം എടുക്കുക. ദമ്പതികൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആ സമയത്ത് 2 ഫോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയ്ക്ക് വന്നാൽ ഭർത്താവിന് ഇഷ്ടമല്ല, ഭർത്താവിന് വന്നാൽ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. വളരെ മാനുഷികമാണത്. അതിൻ്റെ ഇടയ്ക്ക് വന്ന് വേറെ ആരെങ്കിലും ശല്യം ചെയ്യാൻ കഴിയുന്നാലും ഇപ്പോൾ ഞങ്ങളൊത്തിരി കാര്യം സീരിയസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് മാറ്റി. ഇതുപോലെ തന്നെയാണ് നമ്മളൊരു വ്യക്തിപരമായ ഒരു കണക്ഷൻ സ്ഥാപിച്ച് എടുത്തു കഴിഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്കൊരു ക്ഷീണം ഉണ്ടാവില്ല, ഒരു മടുപ്പുണ്ടാവില്ല, ഒരു ഉറക്കം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഈ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ജാഗ്രതയോടെ, കാരണം ഞാൻ പറയുന്നത് ഈശോ കേൾക്കണം, ഈശോ പറയുന്നത് എനിക്കും കേൾക്കണം. അങ്ങനെ ആ ഒരു ചെവി കൂർപ്പിച്ചിരിക്കുകയാണ്. ചെവി ചായ്ച്ച് എനിക്ക് ഈശോ പറയുന്നത് കേൾക്കാനും, ചെവി കൂർപ്പിച്ച് ഞാൻ പറയുന്നത് പിന്നെ ഈശോയ്ക്ക് വ്യക്തമാണെന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം ഉള്ള ഒരു ബോധ്യത്തോടെ ഇരിക്കാൻ സാധിക്കുകയാണ്. അപ്പം അപ്രകാരം ഇരിക്കുന്ന ഒരു സംഭാഷണമാകുന്ന പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ഒരു മടുപ്പും രസം ഉണ്ടാകും. ഞാനങ്ങനെ ആസ്വദിച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടെ അമ്മയുടെ കരം പിടിച്ചുകൊണ്ടൊരു കൊന്ത ധാരാളം ചൊല്ലിയിട്ടുണ്ട്.
അല്ലാതെ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ള പക്ഷേ തിരിച്ചറിയാൻ സാധിക്കും. തിരിച്ചറിയുമ്പോൾ വീണ്ടും നെറ്റ്വർക്കുള്ള സ്ഥലവും ചാർജ് ചെയ്ത ബാറ്ററിയും ആവാനും എന്നിട്ട് ആ കണക്ഷൻ നേരെ ആവാനും പല വിചാരങ്ങൾ അകറ്റി മുറിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വിചാരങ്ങൾ അകറ്റി പല വിചാരങ്ങളാകുന്ന കഥകളൊക്കെ അടച്ച് ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കും. നമ്മൾ കുർബാന മധ്യം പറയുന്നില്ലേ, ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി ഹൃദയത്തിൽ പ്രാർത്ഥിക്കാന്നാണ്. ആ അർത്ഥത്തിലേക്ക് ഹൃദയത്തെ ഒന്ന് സജ്ജമാക്കലാണ്. അപ്പം നമുക്ക് ഒരിക്കലും ഒരു മടുപ്പുണ്ടാവില്ല. അല്ലാതെ നമ്മൾ എന്തോ എന്ന് പറയാം കൊന്ത ചൊല്ലുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മടുപ്പുണ്ടാവും, ഉറങ്ങിപ്പോവും. കാരണം നമ്മൾ എണ്ണം നോക്കിയിരിക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എണ്ണി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും 30 ഒന്ന് കുറഞ്ഞോ, ഒന്ന് കൂടി പോയോ, അതെല്ലാം നമ്മുടെ വലിയ വ്യഗ്രതയാണ്. കാരണം 10 1 കുറഞ്ഞാൽ പ്രശ്നം, 10 1 കൂടിയാൽ പ്രശ്നം. 10 നോക്കിയില്ലേ, ഞാൻ പലപ്പോഴും അതിന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. 10 അല്ലെങ്കിൽ ഒന്നുകൂടെ ഉണ്ട്. ഇത് നമ്മുടെ എണ്ണത്തിലാണ് നമ്മുടെ ശ്രദ്ധ. എണ്ണം തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. കാരണം നമുക്കൊരു ക്രമീകൃതമായിട്ട് ക്രമാനുസൃതമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ജപമാല സഹായിക്കും. പക്ഷെ അതിലേക്ക് എണ്ണത്തിലേക്കോ അല്ലെങ്കിൽ ആ അർത്ഥത്തിലേക്കോ ആവരുത് നമ്മുടെ ശ്രദ്ധ മുഴുവൻ. അത് പ്രാർത്ഥന ചൊല്ലലാണ്, പ്രാർത്ഥിക്കലല്ല. നമ്മളോട് ഈശോ പറഞ്ഞേക്കുന്നത് ഈ ജപമാലയുടെ സഹായത്തോടെ പ്രാർത്ഥിക്കാനാണ്. ജപമാല ഉരുട്ടി പ്രാർത്ഥന ചൊല്ലുകയല്ല. നമ്മൾ പ്രാർത്ഥന ചൊല്ലുക എന്ന് പറയുമ്പോൾ ഓരോ മണിയും ഉരുട്ടി ഓരോ നന്മ എന്ന് പറയാൻ ചൊല്ലുകയല്ല. ഓരോ തവണയും നമ്മൾ ഈ ജപമാലയുടെ ഓരോ മണികൾ ഉരുട്ടുമ്പോഴും നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന മാതാവിനോട് മാലാഖ പറഞ്ഞതും മാലാഖ കൊടുത്ത എലിസബത്തിന് കൊടുത്ത ഉത്തരവും അത് കഴിഞ്ഞിട്ട് മാതാവിനോട് നമുക്ക് പറയാനുള്ളതും പ്രാർത്ഥിച്ച് ആ ഒരു അനുഭവത്തിലേക്ക് വരിക ചെയ്യണത്. അല്ലാതെ നമ്മൾ ഉരുവിടുന്ന ചില വാക്കുകളോ നിരന്തരം അല്ലെങ്കിൽ ആവർത്തിച്ച് ഉരുവിടുന്ന ചില ജപങ്ങളോ അല്ല ജപമാല. ആ അർത്ഥത്തിൽ നമ്മളതിനെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടെ താല്പര്യത്തോടെ ഒരു ക്ഷീണം അറിയാതെ ഒരു ബുദ്ധിമുട്ടും അറിയാതെ നമുക്ക് ചെല്ലാൻ സാധിക്കും. ഞാൻ വ്യക്തിപരമായി പറയുമ്പോൾ തെറ്റിദ്ധരിക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു അനുഭവം കൂടെ പറയാം. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ കൈ വിരിച്ച് പിടിച്ചും ജപമാല ചെയ്യാൻ സാധിക്കും. ഞാൻ പല പരസ്യ ശുശ്രൂഷകളിലും മുഴുവൻ സമയം ജപമാല എത്ര നീണ്ട ജപമാലയാണെങ്കിലും കൈ വിരിച്ച് വരാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എൻ്റെ കൈക്ക് വേദന ഇല്ലാന്നിട്ടല്ല, പക്ഷേ ഞാൻ കൈയുടെ വേദനയിലേക്കാണ് ഞാൻ ശ്രദ്ധിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും കൈ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഈ കൈയുടെ വേദനയേക്കാളും ഒന്നുമല്ല, ആ സമയത്ത് കൈയുടെ വേദന നമ്മളൊന്നും അറിയില്ല. കാരണം നമ്മൾ കേന്ദ്രീകരിക്കുന്ന നമ്മുടെ ശ്രദ്ധയും നമ്മുടെ താല്പര്യവും നമ്മുടെ സംഭാഷണവും നമ്മുടെ സൗഹൃദവും നമ്മുടെ സ്നേഹവും നമ്മുടെ ആ ഒരു ആത്മീയമായ നിറവും വന്നു കഴിയുമ്പോൾ ഈ ശാരീരിക ക്ഷീണവും ഈ വേദനയും ഒന്നും ഓർക്കില്ല. കാരണം നമ്മളിരിക്കുന്നതും നമ്മൾ പറയുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ സംഭാഷണം നടത്തുന്നതുമായ ആ പരിശുദ്ധ അമ്മയുടെ കൈ ഇട്ടിട്ടുണ്ട്, അമ്മയുടെ കൈ പിടിച്ച് ഈശോയോട് സംഭാഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ക്ഷീണം അറിയില്ല, ഒരു ബുദ്ധിമുട്ടും അറിയില്ല, ഒരു വിരസതയും ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. അതിൻ്റെ അർത്ഥം എപ്പോഴും അങ്ങനെ ഇരിക്കാമെന്നല്ല. തീർച്ചയായിട്ടും ഈശോ നമുക്ക് സമയങ്ങൾ തന്നിട്ടുണ്ട്. സമയങ്ങളും കാലങ്ങളും ക്രമീകരിച്ച് ആ പ്രാർത്ഥനയിൽ നമുക്ക് സന്തോഷത്തോടെ താല്പര്യത്തോടെ മുഴുകിയിരിക്കാൻ സാധിക്കും. സാറ് പറഞ്ഞ പോലെ ഈ മാതാവിൻ്റെ ചിന്തകൾ കേട്ട് തീരുന്നില്ല, ഇനിയും കേൾക്കണമെന്നുണ്ട്. നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സമയം ഏകദേശം തീരുന്നു. സാറ് പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ എന്നെ ഒത്തിരി കാര്യങ്ങൾ സ്പർശിച്ചു. എന്നാലും മാതാവിൻ്റെ സാന്നിധ്യത്തിൽ മക്കൾക്ക് തെറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് സാറ് പറഞ്ഞ് വളരെയധികം എൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തു. ഇനിയും മരിയൻ ചിന്തകൾ കൂടുതൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കണം. സാറിന് ഒത്തിരി നന്ദി. താങ്ക് യു. With